ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫേഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫേഷ്യലിന് ആവശ്യമായ സാധനങ്ങളാണ് ഒരു തക്കാളി നമുക്ക് മുറിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, കാപ്പിപ്പൊടി. അപ്പം നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുടിയിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി മുടിയൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയറിങ്സ് ഒക്കെ ഊരി വെക്കാം. കാരണം അതിലൊക്കെ ചിലപ്പോൾ എൻ്റെ മഞ്ഞപ്പൊടിയൊക്കെയല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ കറയൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്ന് താഴത്തെ മാത്രമേ ഊരിയിട്ടുള്ളൂ, സെക്കൻഡ് സ്റ്റഡ് ഊരിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഡ്രസ്സേലും കൂടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സേലും കൂടി ഒരു കോട്ടൺ വെക്കാം. അപ്പോൾ നമ്മൾ കോട്ടൺ വെച്ച് ജസ്റ്റ് ഒന്ന് മറച്ച് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വേണ്ട, ഈ സൈഡ് ഭാഗത്തല്ലേ പറ്റത്തുള്ളൂ, അപ്പോൾ അവിടെ മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് നീളത്തിലൊന്ന് 2 കഷ്ണമായി മുറിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാം. അപ്പോൾ പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പഞ്ചസാരയിൽ ഒന്ന് മുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് പഞ്ചസാരയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുഖം നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവുള്ളൂ. എന്നാലേ ഇത് കറക്റ്റായിട്ട് നമ്മുടെ മുഖത്തോട്ട് അബ്സോർബ് ആവത്തുള്ളൂ. അപ്പം നമുക്കിതൊന്ന് നമ്മുടെ മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖത്ത് ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ സ്കിൻ മോയ്സ്ചറൈസ് ആവാനും എല്ലാം ഇത് നല്ലതാണ്. ഇപ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ എന്ത് ഉപയോഗിച്ചാലും കുറച്ച് നാൾ കഴിയുമ്പം അതിന് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോഴേ നമ്മളിങ്ങനെ സൺസ്ക്രീം പോലത്തെ ക്രീമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിനത് നല്ലതല്ല. പക്ഷേ ഇച്ചിരി കൂടെ ആയിക്കഴിഞ്ഞിട്ട്, അതായത് ഇച്ചിരി കൂടെ നമ്മുടെ മുഖമൊക്കെ ഒന്ന് മെച്ചുറായി കഴിഞ്ഞിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോഴേ അത് ചെയ്യുന്നത് നല്ലതല്ല. ഇപ്പോഴേ നമ്മൾ നാച്ചുറലായിട്ടുള്ള എന്താ പറയുക, ഇതുപോലുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ലതായിരിക്കും. നമ്മളിത് ചെയ്യുമ്പോൾ അമർത്തി ഉരച്ചൊരച്ച് നമ്മുടെ മുഖം കീറുന്ന മാതിരി ഒന്നും ചെയ്യരുതാരും. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടേ ചെയ്യാവുള്ളൂ. ഇതുപോലെ റൗണ്ടിൽ വേണം നമ്മളിത് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും സ്കിൻ ഇങ്ങനെ സോഫ്റ്റ് ആവുന്നുണ്ട്. ഇതിൻ്റെ ഒരു നീര് ഇറങ്ങണം. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് നീരിറക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് നല്ലതായിട്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എടുക്കാം. അടുത്തത് കാപ്പിപ്പൊടിയാണ് തേക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാപ്പിപ്പൊടി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് മുക്കി കൊടുക്കാം. അഥവാ നിങ്ങൾ ആദ്യത്തെ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ നീര് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ബാക്കി നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന പീസില്ലേ അതെടുക്കണം. നമ്മൾ നീരിനനുസരിച്ചാണ് ഇത് എടുക്കുന്നത്. അപ്പം നല്ലതായിട്ട് ഇതുകൂടി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും നമ്മളിങ്ങനെ റൗണ്ടായിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ പറയും കൊച്ചു കുട്ടികൾ, അതായത് ഇപ്പോൾ എൻ്റെ ഏജിലുള്ളവരൊന്നും ഇത് ഉപയോഗിക്കരുത്, സൺസ്ക്രീം ഇതൊന്നും ഇപ്പോഴേ ഉപയോഗിക്കരുത് എന്നൊക്കെ നമ്മൾ പറയും. എന്നാലും അവരാരും കേൾക്കാറില്ല. കൂടുതൽ പിള്ളേരും ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞാലും അവരെല്ലാവരും ഉപയോഗിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ സീക്രട്ടായിട്ട് പറയാം നിങ്ങളുടെ അടുത്ത്, എൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ്, സൺസ്ക്രീമും മോയ്സ്ചറൈസറും. അവർ പറയും ഒന്നും ഉപയോഗിക്കത്തില്ല, ഞങ്ങൾ നാച്ചുറലായിട്ടുള്ളതേ ഉപയോഗിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അവരെല്ലാവരും സൺസ്ക്രീമും മോയ്സ്ചറൈസറും എല്ലാം ഡെയിലി ഇട്ടുകൊണ്ട് വരുന്നവരാണ്. നമ്മളിത് നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ കണ്ണിൻ്റെ താഴെ ഇത് നല്ലതായിട്ട് കുറച്ച് നല്ലതായിട്ട് ചെയ്ത് കൊടുത്ത് കണ്ണിൻ്റെ താഴെ ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളിയുടെ നീരെല്ലാം കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തക്കാളി അങ്ങ് മാറ്റിയിട്ട് അടുത്ത തക്കാളി എടുക്കാവേ. അടുത്ത തക്കാളിയല്ല കേട്ടോ, ആ തക്കാളിയുടെ മുറിച്ച ഭാഗമാണ്. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയിലേക്ക് ഇതൊന്ന് മുക്കാം. അപ്പം നമ്മളിത് മഞ്ഞൾപ്പൊടിയിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മഞ്ഞപ്പിത്തം പിടിച്ച പോലെ മഞ്ഞയാകാൻ പോകണം. ഇപ്പം നമ്മൾ എന്തായാലും കറുത്ത് വരിയിരിപ്പുണ്ട്. ഇനി മഞ്ഞയും കൊടുത്തേക്കാം. ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ വേണം ചെയ്യാൻ. പിന്നെ മഞ്ഞപ്പൊടി അലർജി ഉള്ളവർ, അതായത് ഇപ്പം മഞ്ഞപ്പൊടി തേച്ച് കഴിഞ്ഞാൽ മുഖത്ത് ചൊറിച്ചിലൊക്കെ വരുന്നവർ, കുരു വരുന്നവർ, അങ്ങനെയുള്ളവരൊന്നും ഈ മഞ്ഞപ്പൊടി ചെയ്യരുത്. ഇത് മുഖത്ത് നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഈ മഞ്ഞപ്പൊടി അലർജി ഉള്ളവർ, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി തേച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ, അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ വരുന്നവർ
മഞ്ഞൾപ്പൊടി ചെയ്യേണ്ട, ബാക്കി എന്താ പറയുക കാപ്പിപ്പൊടിയും പഞ്ചസാരയും ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിവിടെ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ തന്നെ നട്ട് വളർത്തിയിട്ട് അത് പൊടിച്ചെടുക്കുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അങ്ങനത്തെ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക കാപ്പിപ്പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കണം. കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റേ വെക്കാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഇതായത്. മുഖം ഇവിടെ ഡാർക്കായിരുന്നൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ സ്കിൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുണ്ട്, പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, നല്ല റിസൾട്ടായിരിക്കും. ഇപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമ്മുടെ മുഖം ഒന്നും കൂടി എന്താ പറയുക ബ്രൈറ്റ് ആവാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ റിസൾട്ട് ഇന്ന് മാത്രമല്ല, ഒരു 2-3 ദിവസം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് അബ്സോർബ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് പ്രോസസ്സൊക്കെ ചെയ്യണ്ടേ. അതുകൊണ്ട് കുറച്ചുകൂടി റിസൾട്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും പെട്ടെന്നൊരു ഫങ്ഷൻസിനൊക്കെ പോകണമെങ്കിൽ നിങ്ങളുടെ മുഖം നല്ലതായിട്ട് ബ്രൈറ്റ് ആണോ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ മുഖം ബ്രൈറ്റ് ആവാനും സ്കിൻ സോഫ്റ്റ് ആവാനും ഇത് നല്ലതാണ്. പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ടാറ്റാ ബൈ ബൈ.